നമസ്കാരം. എം.വി. ഗോവിന്ദനെ വെട്ടിനിരത്തി പിണറായി വിജയന്റെ രാജകീയ യാത്ര. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലും ന്യായീകരിച്ചു മെഴുകിയ ഗോവിന്ദനെ യാതൊരുവിധ ദയയും കാണിക്കാതെ വെട്ടിനിരത്തുകയായിരുന്നു പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിൽ പോലും ഗോവിന്ദൻ പെട്ട പെടാപ്പാട് നമ്മളെല്ലാം കണ്ടതാണ്. എന്നാൽ അതേ ഗോവിന്ദനെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനം. ആലപ്പുഴയിലെ വിഭാഗീയതയെ തുറന്നു കാട്ടുന്നതായിരുന്നു ഈ കാഴ്ച. ജി സുധാകരനും ആലപ്പുഴയിലെ ഈ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പുത്രിക്കെതിരായ മാസപ്പടി കേസിലെ അന്വേഷണം പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് പിണറായി വിജയന് ഗോവിന്ദന്റെ കൂടി പിന്തുണ നഷ്ടമാകാൻ പോകുന്നത്. പിണറായി വിജയന്റെ അപ്രമാദിത്യത്തിൽ പ്രതിഷേധിച്ച് എം.വി. ഗോവിന്ദൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ബഹിഷ്കരിച്ചുവെന്നാണ് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സെമിനാറിൽ മാത്രം പങ്കെടുത്ത ഗോവിന്ദൻ ജില്ല വിടുകയായിരുന്നു. പിണറായി വിജയൻ സത്യത്തിൽ മുങ്ങിക്കുളിച്ച 3 ദിവസത്തെ ജില്ലാ സമ്മേളനത്തിൽ ഗോവിന്ദൻ വെറും കാഴ്ചക്കാരനായി മാറി. സംഘാടനത്തിന് നിയന്ത്രണം മുഴുവനായും പിണറായി വിജയൻ കൈയടക്കുകയായിരുന്നു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സർവം പിണറായി മയമായിരുന്നു എന്നാണ് പ്രധാന വിമർശനം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് സമ്മേളനത്തിൽ കാര്യമായ യാതൊരുവിധ റോളുകളും ഇല്ലാതെ വന്നതിൽ ഒരു വിഭാഗം പ്രതിനിധികൾ അമർഷത്തിലാണ്. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തതും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞതും പിണറായി വിജയൻ തന്നെയാണ്. 3 ദിവസം നീണ്ട സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും മുഴുവൻ സമയവും പങ്കെടുത്തിരുന്നു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 2 മണിക്കൂറോളം പ്രസംഗിച്ച പിണറായി വിജയൻ അതിനുശേഷം അരമണിക്കൂർ പ്രതിനിധികളോട് മാത്രമായി സംസാരിച്ചു. ഇതാണ് ചർച്ചയിൽ കാര്യമായ വിമർശനത്തിന് കാരണമാകാത്തതിന് കാരണമായി പറയപ്പെടുന്നത്. ചർച്ചയുടെ രീതി എങ്ങനെയായിരിക്കണമെന്ന സന്ദേശവും ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ സമ്പൂർണമായി ഇടപെട്ടതും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. ചർച്ചയ്ക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞതും 2 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടാണ്. മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിയും മാത്രമാണ് മറുപടി പറഞ്ഞത്. പാർട്ടിയെ സംബന്ധിച്ച കാര്യങ്ങൾക്കും മറുപടി നൽകാൻ എം.വി. ഗോവിന്ദന് അവസരം കൊടുത്തില്ല. സമാപന പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ തന്നെ. സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം എം.വി. ഗോവിന്ദൻ നടത്തുമെന്ന് നോട്ടീസിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അതിനെത്തിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീർന്നയുടൻ തന്നെ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും മടങ്ങുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കി എന്നാണ് ഈ സംഭവത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. എം.വി. ഗോവിന്ദനെ അവഗണിച്ചതിൽ പ്രതിനിധികൾക്കിടയിൽ തന്നെ അമർഷമുണ്ട്. അവർ പരസ്പരം അത് പങ്കുവെക്കുകയും ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു സെമിനാറിൽ മാത്രമാണ് എം.വി. ഗോവിന്ദൻ പ്രസംഗിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെ അവഗണിച്ചുവെന്ന ആക്ഷേപം ശരിയല്ല എന്നും പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്തൊക്കെയായാലും രാജ്യത്തെ ഏറ്റവും കരുത്തനായ CPM നേതാവാണ് ഇന്നത്തെ അവസ്ഥയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ആരും തന്നെ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത അവസ്ഥയിലാണ്. താൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാർട്ടിയെയും സർക്കാരിനെയും കൊണ്ടുപോകുകയാണ് പിണറായി ചെയ്യുന്നത്. പാർട്ടി സെക്രട്ടറിയെയും അപ്രസക്തനാക്കുന്ന പിണറായി വിജയന്റെ ഈ ഇടപെടലുകളെ ചോദ്യം ചെയ്യാൻ CPMനുള്ളിൽ ആരും ഇല്ല എന്നതാണ് ഖേദകരമായ വസ്തുത. എം.വി. ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറിയെങ്കിലും താൻ പറയുന്നതിനപ്പുറം ഒന്നും പോകില്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ ചെയ്തത്. മുഖ്യമന്ത്രി പൂർണ്ണമായും കളം നിറഞ്ഞ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ എത്തിയത് പോലുമില്ല. സമ്മേളനത്തിൽ സമ്പൂർണമായി ഇടപെട്ടത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ മാത്രം. പിണറായി വിജയനും ജില്ലാ സെക്രട്ടറിയും മാത്രമാണ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. ആലപ്പുഴയിൽ തനിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ ഈ ഇടപെടൽ. അതേസമയം സംസ്ഥാന സെക്രട്ടറിയെ അവഗണിച്ചതിൽ പ്രതിനിധികൾക്കിടയിൽ അമർഷം ശക്തമാണിപ്പോൾ. വിഭാഗീയതകൾ ശക്തമായ ആലപ്പുഴ ജില്ലയിൽ പാർട്ടി കൂടുതൽ അച്ചടക്കത്തോടെ പോകണമെന്നതാണ് പിണറായി വിജയന്റെ നിലപാട്. അതുകൊണ്ടുകൂടിയാണ് പിണറായി വിജയൻ കളം നിറഞ്ഞ് കളിച്ചത്. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ മാത്രമാണ് എം.വി. ഗോവിന്ദൻ പ്രസംഗിച്ചത്. പ്രമുഖ CPM നേതാവായ ജി സുധാകരന്റെ അഭാവവും ഏറെ ചർച്ചയായി. സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ജി സുധാകരന്റെ വിശദീകരണം. നേരത്തെ ഏരിയ സമ്മേളനങ്ങളിലും അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നില്ല. ജി സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യത്തെ ജില്ലാ സമ്മേളനം കൂടിയാണിത്.
അതേസമയം ആർ നാസർ തന്നെയാണ് മൂന്നാം തവണയും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. യു പ്രതിഭ MLA ഉൾപ്പെടെ 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ 5 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. 46 അംഗ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുരേന്ദ്രൻ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറി C രഘുനാഥ് എന്നിവരെയും പുതിയതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. M സുരേന്ദ്രൻ, G വേണുഗോപാൽ എന്നിവരെ പ്രായപരിധി കണക്കിലെടുത്തുകൊണ്ട് ഒഴിവാക്കി. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന N ശിവദാസനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. നേരത്തെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ശിവദാസനെ ഒഴിവാക്കിയിരുന്നു. ജലജ ചന്ദ്രനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൽ UDFനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സംസാരിച്ചതത്രയും. 2011-16 വരെ ഒരു ദുരന്തവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ UDF ഭരണമെന്ന ദുരന്തമുണ്ടായി എന്ന് പിണറായി വിജയൻ പരിഹാസരൂപേണ പറഞ്ഞു. നാഷണൽ ഹൈവേ നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ UDFന് കഴിഞ്ഞില്ല. LDF അത് നടപ്പാക്കി. UDFും LDFും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇപ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ആലപ്പുഴയിൽ CPM കുതിച്ചുയരുമെന്നും സമ്മേളനത്തിന്റെ പൊതുവികാരം അതായിരുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യപരമായ ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത്. ഒരു തരത്തിലുമുള്ള അനാരോഗ്യ പ്രവണതയുടെ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. സംഘടനയ്ക്ക് അഭിമാനിക്കാവുന്ന സമ്മേളനമാണ് നടന്നത്. മുൻപ് പാർട്ടിക്കകത്ത് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുവഴി വലതുപക്ഷ മാധ്യമങ്ങൾ ഈ പാർട്ടിയെ തകർക്കാം എന്ന് മോഹിച്ച് നടന്നിരുന്നു. എന്നാൽ തെറ്റായ പ്രവണത തിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടിക്കായി. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടതിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വലതുപക്ഷ ശക്തികൾ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുന്നു. ഇടതുപക്ഷത്തിന് മാത്രമേ രാജ്യത്ത് നടപ്പായി വരുന്ന തെറ്റായ കാര്യങ്ങളെ എതിർക്കാൻ കഴിയൂ. ഏതോ കാലത്ത് സമ്മേളനം നടത്തുന്ന പാർട്ടികളെ ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുകയാണിപ്പോൾ. കൃത്യമായ ഇടവേളയിൽ സമ്മേളനവും തിരഞ്ഞെടുപ്പും നടത്തുന്ന ജനാധിപത്യ പാർട്ടി എന്ന് വിളിക്കുന്നില്ല. കൃത്യമായ ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന CPMനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ മടിയാണ് അവർക്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അകറ്റി നിർത്തേണ്ട വർഗീയ ശക്തികളെ UDF കൂടെ കൂട്ടുന്നുവെന്നും പിണറായി വിജയൻ ജില്ലാ സമ്മേളനത്തിൽ ആവർത്തിച്ചു. വർഗീയ ശക്തികളെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല. വർഗീയതയെ അകറ്റി നിർത്തണം. ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയുണ്ടാക്കിയത് എന്നും മുഖ്യമന്ത്രി നിരീക്ഷിച്ചു. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാവില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയെ കൂട്ടുപിടിച്ചായാലും തൽക്കാലം കുറച്ച് വോട്ടും 4 സീറ്റും എന്നതാണ് UDFന്റെ രീതി എന്നാണ് പിണറായി വിജയന്റെ വാദം. UDFന്റെ പാലക്കാട്ടെ വിജയം ആദ്യം ആഘോഷിച്ചത് SDPI ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ആലോചിക്കണം. ജമാഅത്തെ, SDPI എന്നിവരുമായിട്ടാണ് ഇപ്പോൾ ലീഗിന്റെ കൂട്ട്. ലീഗിന്റെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റേത് ആത്മഹത്യാപരമായ നിലപാടാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു.